തങ്ങൾക്കാ മൊയിലാർക്കാ ഫളീലത്ത് എല്ലാം പറയും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചോടെയൊക്കെ പിന്നെ എന്താ പറയേണ്ടത്? തങ്ങളും മൊയിലാറെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരുമിച്ചുകൂടിയില്ലേ? ഹിമത്തുള്ള തങ്ങൾ, കുഞ്ഞിക്കോയ തങ്ങൾ ഇൽമുണ്ട്, അതെ ഇസ്മായിൽ പൂക്കോയ തങ്ങൾ ഇൽമുണ്ട്, സാദത്തുണ്ട്. യഹ്യ തങ്ങൾ രണ്ടെണ്ണം ഒറ്റപ്പെട്ടാൽ ഏതിനാ സ്ഥാനം നയിക്കുന്നു? ജാഹില ഇൽമില്ലാത്ത കുറഞ്ഞ തങ്ങൾക്കാണോ അല്ല ഇൽമ കൂടെ മുലാർക്കാ സ്ഥാനോ എന്ന് പറയാൻ പോകുന്നു. എല്ലാം തീരുമാനിക്കും. തങ്ങളിലേക്കാണ് എത്തുക. അപ്പോൾ കുത്തുബി തങ്ങളെ മദ്ഹബ് തന്നെയല്ലേ? എടാ നമ്മളെല്ലാം പെയിൻ്റാന്ന് ചിരണ്ടിക്കളഞ്ഞാൽ എല്ലാം വെറിപ്പോയി. പണ്ടത്തെ ഇല്ല, തങ്ങന്മാരെ ചിരണ്ടിയാൽ തങ്കം മാറ്റു കൂടിയിട്ട് അടുത്തേക്ക് എത്തുക, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുക എന്ന്. നോക്കാം, ഫിൽ മുഫാദലത്ത് ബൈന ഷറഫിൽ ഇൽമി വ ഷറഫിൻ നസബി. കുടുംബ മഹിമക്കാണോ ഇൽമിനാണോ സ്ഥാനം? നമ്മിപ്പോൾ പറഞ്ഞ തന്നെ മൊയിലാർക്കോ തങ്ങൾക്കോ. ഖാല ശൈഖുൽ അല്ലാമത്തു അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബാസുദാൻ പറഞ്ഞു, ഫീ കിതാബിഹി ഫൈദുൽ അസ്റാർ എന്ന കിതാബിൽ ഒരായിരക്കണക്കിന് കിതാബ് ഉണ്ടാവും അല്ലേ? അതാ ആരാ ബാസുദാനി? അൽ-ഇമാമുൽ അല്ലാമത്തുൽ ഫഖീഹുൽ മുതഫന്നിൻ അസ്സൂഫിയ്യു ദായിഖു. തസവുഫിനെ റൗഖ് കൊണ്ട് അറിഞ്ഞ ആളാണ് ആര്? സൂഫിയാൻ. അശ്ശൈഖ് അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബാസുദാൻ അൽ കിന്ദി അൽ ഹദറമി ഷാഫിഈ 1178 ജനിച്ചിട്ട് 1262 വഫാത്ത്. അടുത്ത കാലത്താണ്. 1266 എന്ന് പറയുമ്പോഴത്തേക്ക് 1260 മമ്പത്തെ തങ്ങൾ ഉപ്പ വഫാത്ത്. ആദ്യത്തെ 6 കൊല്ലം കഴിഞ്ഞു. മമ്പത്തെ കുത്തുബുസ്സമാൻ തങ്ങളുണ്ടല്ലോ 1260, 1178. അപ്പോൾ സയ്യിദ് മൗലൽ ബുഖാരി തങ്ങളെല്ലാം കാലായി. 1144 ആര ജനനം. അപ്പം 44 കഴിഞ്ഞിട്ട് എത്രയും കുറച്ച് കൊല്ലം ഇനിയും കഴിഞ്ഞ്. അഹദു കിബാരി ഉലമായി ഹളറമൗത്ത്. ഹളറമൗത്തിലുള്ള ഉന്നതരായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ആ കാലഘട്ടത്തിൽ. വസാഹിൽ മുസന്നഫാത്തുൽ മുബാറകത്തുൻ നാഫിഅ. അനുഗ്രഹീതമായ വളരെ ഉപകാരപ്രദമായ മുസന്നഫാത്തിൻ്റെ ഉടമയാണ്. ഇതുപോലെ കൽ അൻവാറുല്ലാമി അശറഹുൽ റിസാലത്തുൽ ജാമിയ പോലത്തെ കിതാബ്, ബഖീറത്തുൽ മആദ് ബി ശറഹ് റാത്തിബിൽ ഹദ്ദാദ്. ഹദ്ദാദ് റാത്തിബിൻ്റെ ഷറഹാണ് ഏത്? ബഖീറത്തുൽ മആദ്. അതുണ്ടാക്കിയ ആളാണ്. ജൈത്തൂനത്തുൽ ഇൽഖാഹ് ഫീ ഫിഖ്ഹിൻ നിക്കാഹ് ഫൈദുൽ അസ്റാർ. അതാണ് നമ്മളെ കിതാബിൻ്റെ തുടക്കം പറഞ്ഞത്. വദ്ദത്തുൽ മുസാഫിർ വഗൈരിഹ. വതർജുമതുഹു ബിതവസ്സുഇ ഫീ മുഖദ്ദമതി തഹ്ഖീഖിൽ അൻവാറുൽ ലാമിഅ എന്ന കിതാബിൻ്റെ തുടക്കത്തിൽ ഇവരെ വിശാലമായ ചരിത്രം പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ മൂപ്പരെ കണ്ണെത്തിയിലേക്ക്. ഇത് എന്തൊരു മുഖപ്പക്കായ ആളാന്ന് വിളിച്ചത്. അതാ നമ്മൾ ചെല്ലുന്ന ഹദ്ദാദ് റാത്തിബായി പറഞ്ഞത്. ബഖീറത്തുൽ അതുകൂടെ ഉണ്ടത്, 2 മുജല്ലദുണ്ട്. ഖാല ബഅദുൽ ഉലമാ പറഞ്ഞു, വറഗുലം വഖ്തലഫൽ അയിമ്മത്തു അയ്യുഹുമാ അഫ്ളലു. ഇമാമിങ്ങൾ ഖിലാഫായിട്ടുണ്ട്, ആരാ അഫ്ളൽ, ശറഫുൽ ഇൽമി അം ശറഫുൻ നസബിൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി കുടുംബ പാരമ്പര്യത്തിലും അല്ല ഇൽമിൻ്റെ ശറഫാണോ? അതല്ലേ മൊയിലാറോ തങ്ങളോ? ഫദഹബ ജംഉൻ ഇലാ തഫ്ളീലി സാനി. ചിലർ രണ്ടാമത്തേന് തഫ്ളീലാക്കലാണ് പോയത്. ഏത്? തങ്ങൾക്ക് ഫളായില്. കാലു ഇത് പറയുന്നത് ലിഅന്നഹു ദാതിയുൻ, അത് ദാതിയായ ഷറഫാണ്. വസ്സാനി അർളിയുൻ. ഏതാ സാനി? ഇൽമ് പഠിച്ചുണ്ടാക്കിയ മറന്നാ പോയി, അയാൾക്ക് കൂലി കിട്ടും. എന്നിട്ടോ സുമ്മ റജ്ജഹൽ അവ്വല, പിന്നീട് അവ്വലിനെ റാജിഹാക്കി. അവലേതാ? ഷറഫുൽ ഇൽമ്. وقد وقفت على نقل محذوف إلى سيد العارف بالله تعالى السيد وجيه الدين عبد الرحمن بن مصطفى العيدروسي باحلبي قدس الله روحه. അതാ ഈ വജീഹുദ്ദീൻ അബ്ദുറഹ്മാന്റെ ചരിത്രം കുറച്ചപ്പുറം പറയൂ. വല്ലാത്ത വലിയൊരു മഹത്വത്തിച്ചാളായിട്ട് പ്രത്യേക, അതായത് അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രത്യേകക്കാർ 1-2 ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അവരുടെ
അവരിലേക്ക് ചേർക്കപ്പെട്ട ഒരു നക്കലുണ്ട്. എന്താണ്? യതലമ്മനു സൂറത്ത മുനാദറത്തിൻ ബൈനൽ ഖായിലി ബി തഫ്ളീലി ശറഫിൻ നബവി വൽ ഖായിലി ബി തഫ്ളീലി ശറഫിൽ ഇൽമി. ഇൽമിൻ്റെ ഷറഫ് അതാണ് തഫ്ളീലി എന്ന് പറയുന്ന ഒരു ഖായില്. നസബിൻ്റെ ഷറഫാണ് മുന്തിയത് എന്ന് പറയുന്ന മറ്റൊന്ന്. ഇവർ തമ്മിലുള്ള ഒരു വാദപ്രതിവാദം, ഒരു മുനാദറ, അവർക്കുള്ള തെളിവ് ഹാജരാക്കലാണ്. ഇന്നത്തെ മാതിരി കസേരടുത്ത് തല്ലലൊന്നുമല്ല. കോക്കി വിളിക്കലും മുദ്രാവാക്യം വിളിക്കലും കസേര തല്ലലും അതൊന്നുമല്ല. വമീൻ ജുംലത്തിഹ, അതിൽപ്പെട്ട അന്നൽ ഖായില ബി തഫ്ളീലി ഷറഫിൻ നസബി, നസബിൻ്റെ ഷറഫാണ് മുന്തിയതെന്നല്ലേ, അതായത് തങ്ങൾക്ക്. ഔറദ അലൽ ഖായിലി ബി തഫ്ളീലി ഷറഫിൽ ഇൽമി, ഇൽമിൻ്റെ ഷറഫാണ് അഫ്ദൽ എന്ന് പറയുന്ന ആൾക്കെതിരെ എന്താക്കി? അന്നഹിദ ജുന്ന ഷരീഫു, ഷരീഫിന് ഭ്രാന്തായാലി ഹൽ യുസമ്മ ഷരീഫൻ അംല എന്ന് ഓറ ചോദ്യം. എന്നാൽ ഷരീഫാണോ ഇല്ലയോ? ഫഖാല നഅം എന്ന് പറഞ്ഞു. അപ്പം മൂപ്പർ കുടുങ്ങി. യുസമ്മ ഷരീഫൻ എന്ന് പറയുന്നു പറഞ്ഞു. അപ്പോൾ ഖാല ഫൽ ആലിമി ഇദാ ജുന്ന ലാ യുസമ്മ ആലിമൻ, ആലിമിന് ഭ്രാന്തായ ആലിം എന്ന് പറയൂല. അപ്പോൾ ഫഹീന ഇത് കാമത്തിൽ ഹുജ്ജത്തു, അതോടുകൂടി എന്താക്കി? തെളിവ് പൂർത്തിയായി. വത്തല ഹൽ ഫർഖു ബൈന ശറഇ ദാത്തിയ്യി വൽ അർളിയ്യി, ദാത്തിയും അർളിയുമായ ഷറഫിൻ്റെ ഇടയിലെ വ്യത്യാസം ഉടനെ തെളിഞ്ഞു. പണ്ട് ഈ നോട്ടിന് സക്കാത്തില്ല എന്ന് പറയുന്ന ഒരാൾ ഇ കെ ഉസ്താദിനോട് മുനാദറ ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് കൊണ്ടുവരും. പുറപ്പാട് ഉസ്താദ് പറഞ്ഞാണ്, മുപ്പർ അന്നാട വന്നിട്ടുണ്ട്. അപ്പം വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇ കെ ഉസ്താദ് നാട്ടിൽ പോയി. കിട്ടിയതാരാ? നമ്മൾ ഉപ്പന. അപ്പോൾ ഉപ്പനോട് സംസാരിച്ചപ്പോൾ ഒറ്റ ചോദ്യത്തിൽ മൂപ്പറ വായടപ്പിച്ചറിഞ്ഞു. എന്നിട്ട് വന്നിട്ട് മൂപ്പറ ഭാഗം വിപിരിക്കാൻ ചുറ്റുപാട് വന്നു. അപ്പം ഈ സംഭവം എന്താക്കി? പിറ്റേന്ന് ദർശനം മൂപ്പറ വന്നപ്പം പറഞ്ഞു, എന്ന് പറയണം, എന്താ മൂലർ ആ വാക്ക് റിക്കാർഡാക്കലല്ലേ, അയാൾ കഴിച്ചളഞ്ഞില്ലെന്ന്. അത് റിക്കാർഡാക്കണമായിരുന്നു. എന്താക്കിനോലോ നല്ല ഭംഗിയുള്ള ഒരു കഷ്ണം കള്ളാസോ ഒരു കീറിയ ഉറുപ്പിൽ നോട്ട് കൊടുത്തിട്ട് ഇതിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ച് ചോദ്യത്തിലൂടെ അവിടെ തീർന്നു. വഹാദൽ ഖിലാഫു ആരാണ്? മാ ഫർളി അന്നശ്റഫ ദാത്തിയ ആരിൻ അനിൽ അർളി. ഇവിടത്തേക്കാ ഖിലാഫ് എന്നറിയോ? ഈ ദാത്തിയ ഷറഫില്ലേ തങ്ങളാവുക, അത് അർളിയ ഷറഫ് ഇല്ലാത്ത സ്ഥലത്തേക്കാവുന്നത്. അപ്പം രണ്ടും കൂടെ കൂടിയാൽ പിന്നെ പോലീസ് ഉണ്ടോയെന്ന് ചർച്ചക്കില്ല. അതിന് നമുക്ക് അക്കിലുണ്ടല്ലോ മനസ്സിലാക്കാൻ. രണ്ട് ഷറഫും കൂടെ ഒരുമിച്ച് കൂടിയാള് ഏതെങ്കിലും ഒന്നിനേക്കാണ് അപ്പതലാന്ന് ചോദിക്കണ്ടില്ലല്ലോ. അതാ പറയുന്നത്, തങ്ങളുമാണ് മൊയിലാറുമെന്ന്. അപ്പൊ ഇൽമിന്റെ ഷറഫും അഹ്ലു ബൈത്ത് വായിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഷറഫ് പറയാനുണ്ടോ? വൽക്കൊല്ല ഫضل, എന്തായാലും അള്ളാന്റെ ഫضل തന്നെയാണ്. ഇൽമായാലും ശരി അഹ്ലു ബൈത്ത് ആവുക എന്നുള്ളത്. അതാ വദക്കറ സയ്യിദുനാ ബദീഹുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ മുസ്തഫൽ ഐദറൂസി ഖദ്ദസല്ലാഹു സിർറഹു ആരെപ്പറ്റി? في ترجمته لسيدنا رئيس المكاشفين عبد الله بن باحسين الثقاف رضي الله عنه ചരിത്രം പറയുന്നു. ആര്? വജീഹുദ്ദീൻ അബ്ദുറഹ്മാൻ. അവരുടെ വിഷയത്തിൽ പറഞ്ഞു, കാല വഖദ് അഖ്ബറനി, അതാ സഖാബിന്റെ ചരിത്രം അതടിയിൽ, ലഅല്ലഹു തർജമ ലഹു ഫി സനാഇൽ ബാഹിർ, സനാഉൽ ബാഹിർ എന്ന കിതാബിൽ പറയപ്പെട്ടതാവാം. വക്കാനത്ത് വഫാത്തുഹു ബി 995. അതെ, 1500 മുമ്പ് അതായിരിക്കാം. അതായത് മൂപ്പർക്ക് കിതാബ് അതാണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അതായിരിക്കാം ഈ സംഭവം. ഏതായാലും കാല വഖദ് അഖ്ബറനി ബഅദു സിഖാതി അനിൽ അല്ലാമത്തി ശൈഖുൽ മശായിഖ് അബുൽ ഹസൻ സിന്ദി അൽ മദനി മുഹസ്സി കിതാബ് സിത്തത്തി ഫിൽ ഹദീസ്, ഹദീസിലുള്ള 6 കിതാബുകൾക്ക് ശറഹ് എഴുതിയ ആളാണത് സിന്ദി. മഷൂറ സിന്ദി ശറഹ് നമ്മൾ പണ്ട് പള്ളിയിലും കാണാം. ആരാണ്? അബുൽ ഹസൻ അസിന്ദി അൽ മദനി. ഹദീസിൻ്റെ 6 കിതാബില്ലേ, അതിനൊക്കെ ശറഹ് എഴുതിയ ആളാണത്. വഗൈരിഹ ആരാണത്? അൽ അല്ലാമത്തുൽ മുഹദ്ദിസ് അബുൽ ഹസൻ മുഹമ്മദ് ആബിദ് ബിൻ അഹമ്മദ് ബിൻ അലി സിന്ദി അൽ അൻസാരി അൽ ഹനഫി.
1257 വഫാത്ത്. റഈസു ഉലമാഇൽ മദീനത്തിൽ മുനവ്വറ അലാ സാഹിബിഹി സ്വലവാത്തു വത്തസ്ലീം. മദീനയിൽ മുനവ്വറയിലുള്ള ഉലമാഇന്റെ തലവനാണ്. വാഹിദു അയിമ്മത്തിൽ ഹദീസ് ഫി അസ്രിഹി, ആ കാലഘട്ടത്തിൽ ഹദീസിന്റെ ഇമാമിയങ്ങളിൽ ഒരാളാണ്. ലഹു മിനൽ മുഅല്ലഫാത്തി ഹസ്റു ശാരിദ് ഫീ അസാനീദ് മുഹമ്മദ് ആബിദ്, തർത്തീബ് മുസ്നദിൽ ഇമാം ശാഫിഈ, വഅദദു മിനൽ ഹവാസിൽ ഹദീസിയ്യ. ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. 6 കിതാബിന് ഇസ്രാണ്ടെന്ന് പറഞ്ഞില്ല. പണ്ട് നമുക്ക് കിതാബിൽ അതിലുണ്ട്. ബുഖാരി സിന്ധിന്റെ സറഹോട് കൂടി അന്നഹു സുഇല ഫീ ദർസിഹി, മൂപ്പർ ദർസിൽ ചോദിക്കപ്പെട്ട് മൻ അഫ്ളലു അശ്ശരീഫു അബിൽ ആലിമു, തങ്ങളോ ഇലാറോ. ഫഹസന ലഹു ഇൻദഹ, അപ്പോൾ മൂപ്പർക്ക് എന്താക്കുക, ഒരു ഇസ്തിഖ്റാഖ് കിട്ടി. ഇസ്തിഖ്റാഖ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഹവാസുകളും അങ്ങോട്ട് മറഞ്ഞിട്ട് ഇൽമിൻ്റെ കേന്ദ്രത്തിലേക്ക് എന്താക്കും, മുക്കാശഫാത്തിലേക്ക് അങ്ങനെ പോയി. ഇലൽ അർളി മാഷാ അല്ലാഹ്, ഭൂമിയിലേക്ക് തല താഴ്ത്തിയിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിന്ന്. സുമ്മ റഫഅ റഅസഹു, പിന്നെ തല ഉയർത്തി. വഖാല ശരീഫുൻ ജാഹിലുൻ ഔ ഖാല ശരീഫുൻ വാഹിദുൻ, അതായത് ഒരു തങ്ങള് ജാഹിൽ എന്നാണോ അല്ല വാഹിദ് എന്നാണോ പറഞ്ഞത് കേട്ടാക്ക് ഇഷ്കാലി. ഒന്നെങ്കിൽ ജാഹിലായ ഒരു ഷരീഫ്, അല്ലെങ്കിലോ ഒറ്റ ഷരീഫ്. അഫ്ളലു മിൻ 70 മുലാറിലാക്കാണ് അഫ്ളലാന്ന്. തിരണ്ടാണ്ട് തിരണ്ടില്ല. ഇൻതഹ, ഇത് സാധാരണ ആളൊന്നല്ല പറയുന്നത്. അത് കേട്ടതിനാണ് ഇഷ്കാലെന്നതാക്കി. ഷരീഫുൻ ജാഹിലുൻ എന്നാണോ പറഞ്ഞത്, ഷരീഫുൻ വാഹിദുൻ എന്നാണോ പറഞ്ഞത്? എങ്ങനെയായാലും അതതും അവിടെ ഉണ്ട്. 70 ആലിമിനാക്കാണ്, അതായത് ഷരീഫ് അല്ലാത്ത ആലിമ്. നേരത്തെ പറഞ്ഞില്ല, രണ്ടും കൂടെ ഒരുമിച്ചുകൂടാനുള്ള പറ്റി ചർച്ചയില്ല. അതെ അതെ, കുഴപ്പം കൂടി. وقال سيدنا الإمام حجة الإسلام الغزالي رضي الله تعالى عنه وأرضاه أن പറഞ്ഞ് شرف النسب من 3 جهات, നസബിന് ഷറഫ് 3 വകുപ്പിലുണ്ട്. എന്താണ്? അൽ-ഇന്തിമാ ഇലാ ഷജറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്കാണ് അതിന് ഇന്തിമാ, വാപ്പാന്റെ പിടിച്ചാക്കിയത്. ഫഹാദാ ലാ യുആദിലുഹു ശൈഉൻ, അതിനോട് തുല്യമായ ഷറഫ് വേറെ പറയാനില്ല. അസ്താനിയത്തു, രണ്ടാമത്തത് അൽ ഇന്തിമാ ഇലൽ ഉലമാ, ഉലമായിലേക്കുള്ള ബന്ധം. അതായത് മൊയിലാറ മോൻ കുടുംബ പാരമ്പര്യത്തിൽ ആലിമീങ്ങൾ ഉണ്ടാകലുണ്ടല്ലോ. കണ്ണിമുറിയാതെ കുറേ പാരമ്പര്യം ഉണ്ടാവും. ഇപ്പൊ കാപ്പാട്ട കാളിയാറെ അടുത്ത് നോക്കിയാൽ വലിയ സഹാബിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാദിമാർ ആലിമീങ്ങളായിട്ടാണ് അതിൻ്റെ പാരമ്പര്യം വരുന്നത്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ കുടുംബത്തിലെടുത്ത് നോക്കിയിട്ട് ആലിമീങ്ങൾ ഇങ്ങനെ തുറന്നിട്ടായിരുന്നു. അതാണ് ഇന്തിമാ. ഫഇന്നഹും വറസത്തുൽ അംബിയാഇ സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം അജ്മഈൻ, അത് അംബിയാക്കളെ അനന്തരാവകാശികളാണ്. അപ്പോൾ രണ്ടയില്ലേ. അസ്സാലിസു, മൂന്നാമത്തേത് അൽ ഇന്തിമാ ഇലാ അഹ്ലി സ്വലാഹി വത്തഖ്വ, തഖ്വയും സലാഹുമുള്ള ആൾ കുടുംബത്തിലേക്കുള്ള മെമ്പറാകലാണ്. ചിലപ്പം ഇൽമിന് ബിരുദങ്ങളുണ്ടാവില്ല. അതാ ഖാല അല്ലാഹു തആല വകാന അബൂഹുമാ സ്വാലിഹൻ എന്ന് പറഞ്ഞില്ലേ. ആ യത്തീമക്കളെ പറ്റി പറഞ്ഞു. ഖദർ അലൈഹിസ്സലാം ചുമര് നന്നാക്കി കൊടുത്തേ. അവരെ അബൂഹുമ, ഓരോ പിതാവാരാന്ന് സാലിഹായിരുന്നു. ആ കുടുംബത്തിലാണ് ഈ യത്തീമക്കളായ കുട്ടികളുണ്ടായിരുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ഇന്തിമാ ഉണ്ട്. അതിപ്പോൾ എല്ലാം കൂടെ 3ഉം കൂടെ ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ പിന്നെന്താ പിന്നെ പറയേണ്ടത്? കുൽത്തു, ഇനി മുസന്നിഫ് പറയുന്നു, നമ്മളെ ഇമാം, വമിമ്മൻ നഫ്താ ബി തർജീഹി ശറഫിൻ നസബി അലാ ശറഫിൽ ഇൽമി, ഇൽമിൻ്റെ ഷറഫിനേക്കാൾ നസബിൻ്റെ ഷറഫാണ് മുന്തിയത് എന്ന് പറയുന്നതിൽ ഫത്വ കൊടുത്തു അശ്ശൈഖുൽ അല്ലാമത്തു അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഓർ പിന്നെ പറഞ്ഞ ഫൈനലായില്ലേ. വനസ്വ ഇബാറത്തിഹി, അതിൻ്റെ ഇബാറത്തിൻ്റെ അങ്ങനെ തന്നെ തനി രൂപം എടുത്ത കമാഫി ഫതാവാഹു, ഓറ ഫതാവയിൽ ബഅദ അൻ സുഇല, ഓരോട് ചോദിച്ച് ഹലി ശരീഫുൽ ജാഹിലു അമിൽ ആലിമുൽ ആമിലു അഫ്ളലു. ഒരു ജാഹിലായ ഷരീഫുണ്ട്, അവർക്ക് ഷറഫുണ്ട്, പക്ഷെ വലിയ പണ്ഡിതനല്ല. ഒരു ഭാഗത്ത് ആലിമും ആമിലുമായ ഒരാളുണ്ട്. ആരാഫ്
വഅയ്യുഹുമാ അഹഖു ബിത്തൗഖീരി ഇദാ ഇജ്തമഅ, രണ്ടാളും ഒരു സദസ്സിലുണ്ടെങ്കിൽ ആർക്കാണ് കൂടുതൽ ബഹുമാനം കൽപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഔ അറാദ ശഖ്സുൻ അത്തക്മീല ഫഅയ്യുഹുമാ യബ്ദഉ ബിഹി, അല്ല അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ആരെയാണ് ആദ്യം തുടങ്ങേണ്ടത് എന്നാ ചോദ്യം. എന്തൊരു ചോദ്യം അല്ലേ. ഫഅജാബ റളിയല്ലാഹു അൻഹു ബിഖൗലിഹി ഫീ കുല്ലി മിൻഹുമാ ഫളലുൻ അലീം, എല്ലാത്തിലും ഫളലുണ്ട്. പക്ഷേ അമ്മ ഷരീഫു, ഷരീഫ് ഫലിമാ ഫീഹി മിനൽ ബിദ്അത്തിൽ കരീമത്തിൽ ലത്തി ലാ യുആദിലുഹാ ശൈഉൻ, ഒന്നിനോടും തുല്യത പുലർത്താത്ത ഒരു ബിദ്അത്ത്, നബിയുടെ ഒരു അംശം തങ്ങളുടെ അത് ഉള്ളത് കൊണ്ട് അല്ലേ. വമിൻ സമ്മ, ഇതുകൊണ്ടാണ് ഖാല ബഅദുൽ ഉലമാ പറഞ്ഞു ലാ യുആദിലു ബി ബിദ്അത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദാ, തങ്ങളുടെ ബീജത്തിൽ നിന്ന് വന്ന അതിനോട് ഞാൻ ഒന്നിനെയും തുല്യമാക്കൂല. വഅമ്മൽ ആലിമുൽ ആമിലു, ഓർക്കുണ്ട് ഫലിമാ ഫീഹി മിൻ നഫ്ഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കുള്ള നഫ്ഉണ്ട്, ഇൽമുണ്ട്, ഹിദായത്തുല്ലാലീൻ, എഴുതി കിട്ടിയ ഹിദായത്തിലാക്കലൊക്കെ ഉണ്ട്. ഫഹും ഖുലഫാഉർ റുസുലി, അത് മുർസലീങ്ങളെ ഖലീഫമാരാണ്. നമ്മുടെ തങ്ങളെ ദാത്തും മറ്റുള്ള ഖിലാഫത്തുമായിട്ട് മാറ്റം വന്നു. വവാരിസു ഉലൂമിഹിം വമഅരിഫത്തിഹിം, മുർസലീങ്ങളെ ഉലൂമിൻ്റെയും ആരിഫത്തിൻ്റെയും അനന്തരാവകാശികളാണ്. അതുകൊണ്ട് ഫയതഅയ്യനു അലൽ മുവഫഖി, തൗഫീഖുള്ളൊരു വ്യക്തിക്ക് അനിവാര്യമാണ് അൻയറാ ലിൽ കുല്ലി മിനൽ ഉലമായി വൽ അശ്റാഫി ഹഖ്ഖഹും, ഉലമായിലാവട്ടെ അശ്റാഫിലാവട്ടെ അവരുടെ ഹക്കിനെ അവൻ കാണൽ. ഒരു തൗഫീഖുള്ള ഒരാളുടെ സൗഭാഗ്യം എന്താണ്, എന്ത് വേണം? മിന തൗഖീരി വതഅലീം, തൗഖീറും വേണം, തഅലീമും വേണം. പക്ഷെ ആരെ കൊണ്ട് തുടങ്ങണം? വൽ മബ്ദൂഉ ബിഹി ഇദാ ഇജ്തമഅ, രണ്ടാളും ഒരുമിച്ച് കൂടിയാൽ തുടങ്ങേണ്ടത് അശ്ശരീഫു, ഷരീഫ് തന്നെയാണ്. എന്തുകൊണ്ട്? ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി ഖദ്ദിമൂ ഖുറൈശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖദ്ദിമൂ ഖുറൈശൻ വലാ തഖദ്ദമൂഹാ, അഖ്റജഹുൽ ബസ്സാർ ഫീ മുസ്നദിഹി മിൻ ഹദീസ് അലി റളിയല്ലാഹു അൻഹു. അതാ ഖുറൈശിന് മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ അവരെ മറികടക്കാൻ പാടില്ല. അപ്പോൾ അവർക്ക് അന്നെത്ര വിവരമുണ്ടോ അതൊന്നും നോക്കണ്ടില്ല. അത് സംഗതി മനസ്സിലായ? എന്നിട്ട് ഖാല അൽ ഹാഫിദ് ഫിൽ ഫത്ഹിൽ പറഞ്ഞു, ഫത്ഹുൽ റബ്ബാനി അല്ല ഫത്ഹുൽ ബാരിയിൽ അഖ്റജ അബ്ദുർ റസാഖ് ബി ഇസ്നാദിൻ സഹീഹിൻ ലകിന്നഹു മുർസലുൻ. മുർസൽ ഏതാണ്? താബിഈന് ശേഷം ആള് പോയത്. പക്ഷേ വലഹു ശവാഹിദു, പക്ഷേ ആ ഇർസാലിനെ പരിഹരിക്കാനുള്ള വേറെ തെളിവുകൾ വേറെ ഉണ്ട്. അപ്പം പരിഹരിച്ചല്ലേ. ഞാനെന്താ പറഞ്ഞു, തുണിക്കോട്ട ഉണ്ടെങ്കിൽ അന്ന് കൊടുത്തിട്ടോ, ഓട്ടമുള്ള തുണി കൊണ്ടിരിക്കാൻ പറ്റൂല. മേലൊരു കന്തൂർ ഇട്ടാലോ ആ ഓട്ടൻ്റെ നുക്സാൻ പോയില്ലേ. അപ്പൊ രണ്ടാളും ഒരുമിച്ച് കൂടിയാൽ തുടങ്ങേണ്ടത് ആര്? ഷരീഫ്. ലിഖൗലി ഖദീം വലിമാ ഫീഹി മിൻ, അതെന്താണ്? ഹദീസിന്റെ നഖലാണ്. വലിമാ ഫീഹി മിനൽ ബിദ്അത്തി ശരീഫ, തങ്ങളുടെ ദാത്തിന്റെ ബിദ്അത്ത് അവരിലുണ്ട് എന്നതുമാണ് രണ്ടാമത്തെ കാരണം പറഞ്ഞത്. അപ്പോൾ ഉത്തരം പൂർത്തിയായില്ല. എന്ത് സമയം ബാക്കിയാ? എന്തോ ഒരു വലിയ മറക്കത്തുള്ള പോലെ. എല്ലാത്തിനും പരിഹാരമായി. അപ്പോൾ ഒരു കിതാബ് എങ്ങനെയാ ഒന്നാകത്തെ നമുക്ക് തോഫിക്ക് നമ്മുടെ ക്രെഡിറ്റ് ഒന്നും ഇടിയില്ല.